ആദായനികുതി റെയ്ഡിനിടെ സ്വയം വെടിയുതിർത്ത് മരിച്ച കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ സംസ്കാരം ഇന്ന് ബംഗളൂരുവിൽ. മരണത്തിൽ ആദായനികുതി വകുപ്പിന്റെ സമ്മർദ്ദമെന്ന പരാതിയിൽ വിശദമായ അന്വേഷണത്തിന് പോലീസ്. കൊച്ചിയിലെ ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കും. റോയിയുടെ ഫോണുകളും വിശദമായി പരിശോധിക്കും. തലസ്ഥാനത്ത് ഇന്ന് ക്രിക്കറ്റ് ആവേശം. ന്യൂസിലാൻഡിനെതിരെ T20 പരമ്പരയിലെ അവസാന മത്സരത്തിന് ഇന്ത്യ. മത്സരം വൈകിട്ട് 7-ന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. സഞ്ജുവിനെ പ്രതീക്ഷയോടെ നോക്കി കായിക ലോകം. വൈകിട്ട് 3 മണി മുതൽ കാണികളെ പ്രവേശിപ്പിക്കും. മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയായി സുനേത്ര പവാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. തീരുമാനം അജിത് പവാർ വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ. എക്സൈസ് കായിക വകുപ്പുകൾ സുനേത്രയ്ക്ക് നൽകുമെന്ന വിവരം. നിലവിൽ രാജ്യസഭാ MP-യാണ് സുനേത്ര പവാർ. മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാം ബജറ്റ് നാളെ. ആദായ നികുതിയിലടക്കം വൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാൻ സാധ്യത. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷ. പത്തനംതിട്ട കോട്ടാങ്ങലിൽ യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷാവിധി ഇന്ന്. വിധി പറയുക പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതി. യുവതിയെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കി കൊലപ്പെടുത്തിയത് 2019 ഡിസംബർ 15-ന്. കേസിൽ പ്രതി നസീർ കുറ്റക്കാരനെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. അഞ്ചാം ലോക കേരള സഭയ്ക്ക് ഇന്ന് സമാപനം. രാവിലെ 7 മേഖലാ യോഗങ്ങളുടെ റിപ്പോർട്ടിംഗ്. വൈകിട്ട് മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗം.